നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജനുവരി 19 ആരംഭിക്കും. CPM വിലക്കയറ്റ വിരുദ്ധ നിരാഹാരം 4ാം ദിവസത്തിലേക്ക്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കേന്ദ്ര സർക്കാർ. തപാൽ മേഖലയിലെ ED ജീവനക്കാർക്ക് അവഗണന മാത്രം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ജനുവരി 19, ഫെബ്രുവരി 26 തീയതികളിൽ നടക്കും. ആലപ്പുഴ ജില്ലയിലെ 5 വയസ്സുവരെയുള്ള 1.5 ലക്ഷം കുരുന്നുകൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് DMO ഡോക്ടർ സഫിയ ബീവി അറിയിച്ചു. നമ്മുടെ പൾസ് പോളിയോ ഇത്തവണ ജനുവരി 19 തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് WNC ഹോസ്പിറ്റൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. G. സുധാകരൻ സാറും KC വേണുഗോപാൽ, ഇന്ന് രാവിലെ കിട്ടിയ ഇൻഫർമേഷനാണ്, KC വേണുഗോപാൽ സാറും കൂടെ ചേർന്നാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. എല്ലാ വർഷവും നമുക്ക് പൾസ് പോളിയോ നടത്തുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇതുവരെ പൾസ് പോളിയോ, കേരളത്തിൽ 2000-ന് ശേഷം രോഗം കണ്ടുപിടിച്ചിട്ടില്ല, വന്നിട്ടില്ല, ആർക്കും വന്നിട്ടില്ല. പക്ഷേ വേറെ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ, പശ്ചിമ ബംഗാൾ അതുപോലെയുള്ള സ്റ്റേറ്റുകളിൽ ഇപ്പോഴും പോളിയോ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ യജ്ഞം 2000-ൽ ഇതുവരെ വരാഞ്ഞിട്ടും വീണ്ടും പൾസ് പോളിയോ എന്താ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. പക്ഷെ ഇപ്പം നമുക്ക് കേരളമെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, മൊത്തം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പോളിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അണുക്കൾ നമുക്ക് ഇവിടെയും വന്നുവിടാം. അതുകൊണ്ടാണ് നമ്മൾ ഈ പൾസ് പോളിയോ കൊടുക്കുന്നത്. ജില്ലയിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ, അംഗനവാടികൾ, പ്രധാന റെയിൽവേ സ്റ്റേഷൻ, ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറികൾ എന്നിവയിലൂടെ മരുന്ന് വിതരണം നടത്തും. 1558 ബൂത്തുകൾ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും DMO പറഞ്ഞു. RCH ഓഫീസർ ഡോക്ടർ വിദ്യ, മാസ് മീഡിയ ഓഫീസർ റമിയ ബീഗം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPMന്റെ വിലക്കയറ്റ വിരുദ്ധ നിരാഹാര സമരത്തിന് DYFIയുടെ അഭിവാദ്യ പ്രകടനം. DYFIയുടെ അഭിവാദ്യ പ്രകടനം മങ്കമ്പ് CPM ഓഫീസിൽ നിന്നും ആരംഭിച്ചു. മങ്കമ്പ് സത്യാഗ്രഹ സമരപന്തലിൽ സമാപിച്ചു. KG അനിൽകുമാർ, കൃഷ്ണദാസ്, റജിമോൻ, സുബീഷ് തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും ഈ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളെല്ലാം ഈ ഗവൺമെന്റ് പാലിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തത്തുള്ളൂ. കുത്തനെ കൂട്ടിയ പാചകവാതക വില പിൻവലിക്കുക, പാചകവാതക സബ്സിഡിക്ക് ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യണമെന്ന നിബന്ധന എടുത്തുകളയുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 1400 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് സമരം നടക്കുന്നത്. പാചകവാതക വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ പഞ്ചായത്തുകളിലും CPM നടത്തുന്ന അനിശ്ചിതകാല നിരാഹാരം 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൈനകരിയിൽ S. സുതിമോൻ, നെടുമുടിയിൽ P. അനിയപ്പൻ, പുളിങ്കുന്നിൽ റാണിമോൾ അനിൽകുമാർ, രാമകരിയിൽ CP ബ്രീവൻ, വെളിയനാട് ഓമന അനിൽകുമാർ, കാവാലത്ത് PV രാമഭദ്രൻ, നീലംപേരൂരിൽ G. ഉണ്ണികൃഷ്ണൻ എന്നിവരും, മുട്ടാറ്റിൽ റെജിമോൻ പുരുഷോത്തമൻ, തലവടിയിൽ ലാലി അലക്സ്, എടത്തുവായിൽ KL ബിന്ദു, തകഴിയിൽ PK മോഹൻദാസ്, വിയപുരത്ത് V. ഓമന, ചമ്പക്കുളത്ത് G. രാമചന്ദ്രൻ എന്നിവരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകൾ ആധുനിക ലോകം കീഴടക്കുമ്പോൾ കമ്പിത്തപാൽ ഓഫീസുകളും ജീവനക്കാരും കാലത്തിനൊപ്പം നീങ്ങാനാവാതെ പകച്ചു നിൽക്കുകയാണ്. തപാൽ മേഖലയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ വികലമായ നയങ്ങൾ തന്നെയാണ്. തപാൽ മേഖലയിലെ ED ജീവനക്കാർ 65-ാം വയസ്സിൽ പെൻഷൻ പറ്റി പിരിയുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് കേവലം 4800 രൂപ ശമ്പളവും പോസ്റ്റ് മാസ്റ്റർ കനിഞ്ഞനുവദിക്കുന്ന ചില്ലിട്ട ബഹുവർണ്ണ സർട്ടിഫിക്കറ്റുകളും മാത്രമാണ്. തപാൽ മേഖലയിലെ ED ജീവനക്കാർക്ക് 65-ാം വയസ്സിൽ പെൻഷൻ പറ്റി പിരിയുമ്പോൾ ലഭിക്കുന്നത് 4800 രൂപ ശമ്പളവും പോസ്റ്റ് മാസ്റ്റർ കനിഞ്ഞനുവദിക്കുന്ന ചില്ലിട്ട് ഫ്രെയിം ചെയ്ത ബഹുവർണ്ണ സർട്ടിഫിക്കറ്റും ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 18,000 രൂപയും മാത്രമാണ്. തപാൽ മേഖലയിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അടിമ വ്യവസ്ഥയായിരുന്നു എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ഡെലിവറി സിസ്റ്റം എന്ന ED. ഡെലിവറി ഏജന്റ്സ്
സ്റ്റാമ്പ് വെണ്ടർ, വോക്കർ എന്നീ തസ്തികകളിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ എന്ന പേരിൽ ഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങി സേവനം എത്തിക്കുകയാണ് ഈ കൂട്ടരുടെ ജോലി. വകുപ്പ് തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും വേതനത്തിൽ വകുപ്പിന് വെളിയിലും എന്നതാണ് എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷുകാർ പൊടിയും തട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ജനാധിപത്യ സർക്കാർ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് മാറ്റി ഗ്രാമീൺ ഡാക് സേവക് എന്നാക്കി. പുതിയ കുപ്പിയിലേക്ക് പഴയ വീഞ്ഞ്. 20 വയസ്സിൽ ജോലിക്ക് കയറി 65 വയസ്സിൽ പിരിയുമ്പോഴും ഇവർക്കുള്ള ശമ്പളം കേവലം 4800 രൂപ മാത്രമാണ്. ശമ്പള കമ്മീഷനുകൾ രൂപവൽക്കരിക്കുമ്പോൾ ഈ വിഭാഗത്തെ വകുപ്പ് വെളിക്ക് നിർത്തിയിരിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും കേരളത്തിലെ ഗ്രാമീണർക്കായി അർപ്പിച്ച അഞ്ചലോട്ടക്കാർക്ക് വാർദ്ധക്യകാല പെൻഷനെങ്കിലും നൽകുവാനുള്ള മാനുഷികത സംസ്ഥാന സർക്കാരെങ്കിലും കാണിക്കേണ്ടതാണ്. ആയുസ്സും ആരോഗ്യവും കേരളത്തിലെ ഗ്രാമീണർക്കായി ബലിയർപ്പിച്ച അഞ്ചലോട്ടക്കാർക്ക് വാർദ്ധക്യകാല പെൻഷൻ നൽകുവാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കേണ്ടതാണ്. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV വാർത്തകൾക്ക് വേണ്ടി ഹരീഷ് കൃഷ്ണൻ. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ഫെബ്രുവരി 6 രാവിലെ 11 ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. യോഗത്തിന്റെ അജണ്ട ജനുവരി 24 വൈകിട്ട് 5 ക്ലോസ് ചെയ്യുമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ത്രൈമാസ അവലോകന യോഗം ജനുവരി 23 രാവിലെ 11 ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ഭാഷാമാറ്റ പുരോഗതി സ്റ്റേറ്റ്മെന്റ് ജനുവരി 18 സമർപ്പിക്കണമെന്നും യോഗത്തിൽ ഓഫീസ് മേധാവികൾ തന്നെ പങ്കെടുക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സർക്കാർ സബ്സിഡിയോടുകൂടി താഴ്ന്ന വരുമാന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ വായ്പ നൽകുന്നു. സന്നദ്ധ സംഘടന, NGO, വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2 മുതൽ 3 സെന്റ് വരെ ഭൂമി സ്വന്തമായുള്ളതും 1 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കും ഭവന നിർമ്മാണത്തിനായി സർക്കാർ 2 ലക്ഷം രൂപ വരെ സബ്സിഡി നൽകും. താൽപര്യമുള്ളവർ ഭവന നിർമ്മാണ ബോർഡിന്റെ തിരുവമ്പാടിയിലുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായി ബന്ധപ്പെടുക. ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി മത്സരം നടത്തുന്നു. ജനങ്ങൾക്കിടയിൽ ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും മത്സരം സംഘടിപ്പിക്കുക. ജില്ലാതല മത്സരം ജനുവരി 25 രാവിലെ 10 ആലപ്പുഴ നഗരചത്വരത്തിൽ നടക്കും. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ക്രയോൺസ് ഉപയോഗിച്ച് ചിത്രരചന നടത്തണം. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കും 8 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കും വാട്ടർ കളർ, ഓയിൽ പെയിന്റ് എന്നിവയിലാണ് മത്സരം. 1ഉം 2ഉം വിഭാഗക്കാർക്ക് അവരുടെ ഭാവനയ്ക്ക് അനുസൃതമായി രചന നടത്താം. 3ാം വിഭാഗക്കാർ മത്സര സ്ഥലത്ത് ലഭിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി രചന നടത്തണം. വരയ്ക്കാനുള്ള പേപ്പർ സംഘാടകർ നൽകും. ജില്ലാതലത്തിലെ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാനങ്ങളും സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ലഭിക്കും. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജനുവരി 20 ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസുകളിലോ നിർദ്ദിഷ്ട അപേക്ഷ നൽകണം. അപേക്ഷാ ഫോറം ഈ ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരത്തിന് 0472251272 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വ്യവസായശാലകളുടെയും ചരക്ക് നീക്കങ്ങൾ തുറമുഖ വകുപ്പ് പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയിലൂടെ നടത്തുവാൻ തീരുമാനിച്ചതായി തുറമുഖ മന്ത്രി കെ ബാബു അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിയായ തീരുമാനം ഉണ്ടായത്. വിഴിഞ്ഞം, കൊല്ലം, കൊടുങ്ങല്ലൂർ, ബേപ്പൂർ, അഴീക്കൽ എന്നീ 5 തുറമുഖങ്ങളിൽ കൂടിയാണ് ചരക്ക് നീക്കങ്ങൾ നടത്തുക. ചരക്ക് കടത്ത് കൂലിയിൽ ഗണ്യമായ കുറവ് വരുത്തുന്നതിനും തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ റോഡ് ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഈ തീരദേശ കപ്പൽ ഗതാഗത പദ്ധതി സഹായകരമാകും. ചെറുതും വലുതുമായ തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തി ചെറുകിട കപ്പലുകൾ വഴി ചരക്ക് കടത്തുക, ജലമാർഗമുള്ള ചരക്കു ഗതാഗതം വർദ്ധിപ്പിക്കുക, തുറമുഖങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകി തീരദേശ കപ്പൽ ഗതാഗതത്തിന് പ്രചോദനം നൽകുക എന്നിവയാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ചെറുതും വലുതുമായ തുറമുഖങ്ങളെയും ഉൾനാടൻ ജലപാതകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ചരക്കു ഗതാഗതവും യാത്രാ സൌകര്യവും ഒരുക്കുകയാണ് കോസ്റ്റ് ഷിപ്പിംഗ് പദ്ധതി. 2015 കേരളത്തിലെ കരമാർഗമുള്ള ചരക്കു ഗതാഗതത്തിന്റെ 20% ജലമാർഗം കൈകാര്യം ചെയ്യുന്നതിനാണ് തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത്. 2020 കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീരദേശ കപ്പൽ ഗതാഗതത്തിന്റെ 1ാം ഘട്ടത്തിൽ കപ്പൽ ഗതാഗതം നടത്തുന്നതിന് വിഴിഞ്ഞം, കൊല്ലം, കൊടുങ്ങല്ലൂർ, ആലപ്പുഴ, ബേപ്പൂർ, അഴീക്കൽ എന്നീ 6 തുറമുഖങ്ങളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽശാലുമായി കേരള തീരത്തിനുള്ള സാമീപ്യം തുറമുഖങ്ങളുടെ വികസന സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. നിലവിൽ വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നീ 4 തുറമുഖങ്ങളിലൂടെ മാത്രമാണ് ചരക്കുകളുടെ കയറ്റിറക്ക് നടന്നുവരുന്നത്. മറ്റുള്ള തുറമുഖങ്ങൾ ഏറെക്കുറെ പ്രവർത്തനരഹിതമാണ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ, CBCS എന്നീ പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് തുക യഥാവിധി വിനിയോഗിച്ച് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചവരും
കുടിശ്ശിക വരുത്തിയവരുമായ സംരംഭകർ കുടിശ്ശിക തുക ഒറ്റത്തവണയായി ജനുവരി 31-നകം അടച്ചു തീർത്താൽ പിഴ പലിശ ഒഴിവാകും. കുട്ടനാട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി നടത്തി. വെള്ളിയാഴ്ച രാവിലെ 11-ന് കുട്ടനാട് ജോയിന്റ് ആർടിഒ വേണുഗോപാലൻ പോച്ചിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമാസ്കറിയ ഉദ്ഘാടനം ചെയ്തു. ലോകജനത ഒന്നാം സ്ഥാനത്തെത്തിയതുപോലെ തന്നെ റോഡ് അപകടങ്ങളുടെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. നാം പലരെയും തന്റേതല്ലാത്ത കാരണത്താൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടും മക്കൾ നഷ്ടപ്പെട്ടും ഒക്കെയുള്ള ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടങ്ങളിലേക്ക് നാം പലരെ പഴിചാരും. ചിലപ്പോൾ നാം പറയും ഡ്രൈവർമാർ മദ്യപിച്ച് ലക്കില്ലാതെ വാഹനം ഓടിക്കുന്നത് കൊണ്ടും, ചിലപ്പോൾ ഈ അന്യായമായ സ്ഥലത്തുകൂടി, അതായത് നമ്മൾ നിർദ്ദേശിച്ചിട്ടില്ലാത്ത സ്ഥലത്തുകൂടി യാത്ര ചെയ്യുന്നതുകൊണ്ടും, ചിലപ്പോൾ കന്നുകാലിയിൽ വട്ടം ചാടി പറയുന്നത് കൊണ്ടും ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് നാം ഈ അപകടങ്ങളെ നമ്മൾ ന്യായീകരിക്കാറുണ്ട്. പക്ഷെ ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മാത്രമേ നമുക്ക് റോഡ് അപകടങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സുരക്ഷാ ബോധവൽക്കരണ റാലി രാമങ്കരി സബ് ഇൻസ്പെക്ടർ സഞ്ജയ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി കൊടുപ്പുന്ന, തായങ്കരി, എടത്തുവ, ചക്കുളത്തുകാവ്, മുട്ടാർ, കിടങ്ങറ വഴി മാമ്പഴക്കരിയിൽ സമാപിച്ചു. റാലിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീ അഭിലാഷ് കെ സദാനന്ദൻ, ജോസ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ കൺവീനർ ബാബു പുത്തൻപറമ്പ് റാലിക്ക് ആശംസയർപ്പിച്ചു. ലക്നൌവിലെ AMSC സെന്റർ ആൻഡ് കോളേജിൽ സോൾജിയർ ജനറൽ, സോൾജിയർ ട്രേഡ്മാൻ വിഭാഗങ്ങളിലേക്ക് യൂണിറ്റ് ഹെഡ്ക്വാർട്ടർ കോട്ട എൻറോൾമെന്റ് നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 20-ന് സെന്ററിൽ പ്രിലിമിനറി ടെസ്റ്റിന് ഹാജരാകണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ജനുവരി 20-ന് ആരംഭിക്കുന്ന DCA കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLCയാണ് യോഗ്യത. SC, ST, OEC വിഭാഗക്കാർക്ക് ഫീസ് സൌജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 048125059000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ഫെബ്രുവരി 18-19 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിന് എൻട്രികൾ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിലുള്ള മത്സരത്തിന്റെ വിഷയം ഗ്രാമകേരളം എന്നതാണ്. എൻട്രികൾ ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി 31. വിശദവിവരങ്ങൾ www.isd.kerala.gov.in എന്ന വെബ്സൈറ്റിലും 9447660287 എന്ന നമ്പറിലും ലഭിക്കും. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോട്ടയം ജില്ലയിലെ കല്ലറ ഗവൺമെന്റ് മഹിളാ മന്ദിരം, ഇത്തിത്താനം ഗവൺമെന്റ് വൃദ്ധസദനം, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുതലക്കോടം വൃദ്ധ വികലാംഗ മന്ദിരം എന്നിവിടങ്ങളിൽ കൌൺസിലർ, സോഷ്യൽ വർക്കർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MSW, MA യോഗ്യതയും 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. വേതനം 14,000 രൂപ. വിശദവിവരങ്ങൾക്ക് 048125633980 എന്ന നമ്പറിൽ ബന്ധപ്പെടും. കോട്ടയം മെഡിക്കൽ കോളേജിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ART യൂണിറ്റിലേക്ക് കൌൺസിലർ, ഡാറ്റാ മാനേജർ തസ്തികകളിൽ നിയമനത്തിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ജനുവരി 21 രാവിലെ 11 പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നടക്കും. 2 തസ്തികകളിലും ഒരൊഴിവ് വീതമാണുള്ളത്. താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റയും ഫോട്ടോയും സഹിതം പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. ആലപ്പുഴയിലെ തുറവൂർ പ്രാഥമിക കേന്ദ്രത്തിലെത്തിയ AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തത് അറിഞ്ഞില്ലെന്ന് DMO. തുറവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പോളിയോ തുള്ളിമരുന്ന് ഒരു കുട്ടിക്ക് നൽകിയത് ആലപ്പുഴ ആരോഗ്യ കേന്ദ്രത്തിന്റെ അറിവോടെയല്ലെന്ന് DMO ഡോക്ടർ സഫിയ ബീവി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് PHC മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും DMO പറഞ്ഞു. ഞങ്ങൾ നടത്തിയതോ നോട്ടീസ് അടിച്ചോ വിതരണം ചെയ്തോ ഉദ്ഘാടനം നടത്തിയ ഒരു ചടങ്ങല്ല. എങ്ങനെ അതാണ് പറഞ്ഞത്. ഞാൻ വിശദീകരണം ചോദിക്കുമെന്ന് പറഞ്ഞല്ലോ. കൊടുക്കാനുള്ള അധികാരം രാഹുൽ ഗാന്ധിക്കല്ല, ആർക്കും അധികാരമില്ല. പക്ഷെ നമ്മൾ ഉദ്ഘാടന കർമ്മം വെച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. ആ കേന്ദ്രമന്ത്രിമാർക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. വായി തുള്ളിമരുന്ന് ഉറ്റിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. ഇതൊരു ഉദ്ഘാടന ചടങ്ങല്ല. അദ്ദേഹം പോണ വഴി ഒരു PHC കാണണമെന്ന് പറയാം. അങ്ങനെ ഞാൻ ന്യൂസ് കണ്ടു. അല്ല നമുക്കൊരു ലെറ്റർ തരിക, ഒന്നും നമ്മൾ അറിയിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഒരു പോണ വഴി അദ്ദേഹം കയറണമെന്ന് പറഞ്ഞ് ഒരു PHC കാണണമെന്ന് പറഞ്ഞ് കാണിച്ച് അപ്പോൾ അവിടെ ഇമ്മ്യൂണൈസേഷൻ, അതായത് സബ് സെന്ററാണ്, അവിടെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണമെന്ന് അദ്ദേഹം തുള്ളിമരുന്ന് പേപ്പർ ന്യൂസ് അറിഞ്ഞാൽ അല്ലാതെ നമുക്കൊരു റിപ്പോർട്ടോ ഒരു ലെറ്ററോ ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പൊ അതൊരു ഇതായ സ്ഥിതിക്ക് MOനോട് വിശദീകരണം ചോദിക്കാം. കാവാലം ഗ്രാമപഞ്ചായത്ത് 2013-2015 പദ്ധതി രൂപീകരണം സംബന്ധിച്ച പ്രോജക്ട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വികലാംഗ ഗ്രാമസഭ കാവാലം കൃഷിഭവൻ ഹാളിൽ തിങ്കളാഴ്ച രാവിലെ 11 നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പത്തനംതിട്ട SBT ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 23 മുതൽ ആരംഭിക്കുന്ന സൌജന്യ ബിഗ് ഷോപ്പ് നിർമ്മാണ പരിശീലന കോഴ്സിലേക്കുള്ള പ്രവേശനം തുടങ്ങി. 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. BPLകാർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ 0482270244 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സാമ്പത്തികം, സാമൂഹികം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും പെൺകുട്ടികളെ ശാക്തീകരിച്ച് മുന്നോട്ട് നയിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ലിസി ജോസ് പറഞ്ഞു. കുട്ടികളുടെ അവകാശങ്ങളും സുരക്ഷിതത്വവും സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. വെളിയനാട് ശ്രീ ശിവാനന്ദപുരം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചുള്ള രുക്മിണി സ്വയംവരം നടന്നു. വെളിയനാട് SNDP ശാഖായോഗം 6ാം നമ്പർ ശിവാനന്ദപുരം ക്ഷേത്രത്തിലെ രുക്മിണി സ്വയംവരം നടന്നു. ഈ മാസം 12-ന് വടക്കൻ വെളിയനാട് SNDP ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ശിവാനന്ദപുരം ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന വിഗ്രഹ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് യജ്ഞാചാര്യൻ ഹരിപ്പാട് വേണുജി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാക്യപ്പറമ്പിൽ വാസുവിന്റെ പുരയിടത്തിൽ നിന്നും രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിച്ചു. തുടർന്ന് രുക്മിണി സ്വയംവരം, സ്വയംവര സദ്യ, സർവൈശ്വര്യ പൂജ എന്നിവയും ഉണ്ടായിരുന്നു. ജനുവരി 19-ന് സ്വതന്ത്ര ജംഗ്ഷനിൽ നടക്കുന്ന അവഭൃത സ്നാനവും സമ്പൂർണ്ണ ആരതിയുമോടെ ചടങ്ങുകൾക്ക് വിരാമമാകും. ആലപ്പുഴ സോമനാഥ്, ആദിനാട് സുരേഷ്, പുനലൂർ വിഷ്ണു, മാവേലിക്കര വാസുക്കുട്ടൻ തുടങ്ങിയവർ ക്ഷേത്രകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തെക്കേക്കര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മം വെള്ളിയാഴ്ച 5-ന് ഫാദർ തോമസ് പീലിയാനിക്കൽ നിർവഹിച്ചു.
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തുടർന്ന് റംസ ആഘോഷമായ കുർബാന എന്നിവയ്ക്ക് ഫാദർ ജോസഫ് പത്തിൽ നേതൃത്വം നൽകി. ജനുവരി 20 പരേതരായ ഇടവകാംഗങ്ങളുടെ ഓർമ്മ ദിനത്തോടെ ചടങ്ങുകൾക്ക് വിരാമമാകും. കാവാലം കുന്നുമ്മ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചുള്ള രുക്മിണി സ്വയംവരം നടന്നു. കാവാലം കുന്നുമ്മ 4 നമ്പർ SNDP ശാഖായോഗ ക്ഷേത്രമായ തിരുവിളങ്ങാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 12 മുതൽ ആരംഭിച്ചിരുന്നു. ഇതോടനുബന്ധിച്ചാണ് രുക്മിണി സ്വയംവരം നടന്നത്. തുടർന്ന് സ്വയംവര സദ്യയും സർവൈശ്വര്യ പൂജയും നടന്നു. പള്ളിക്കൽ മണികണ്ഠനാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഒന്നാങ്കര ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ കാവടി മഹോത്സവം നടന്നു. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനായി നടത്തുന്നതാണ് തൈപ്പൂയ കാവടി മഹോത്സവം. സ്ത്രീ പുരുഷ ഭേദമന്യേ നിരവധി ഭക്തരാണ് കാവടി മഹോത്സവത്തിൽ പങ്കെടുത്തത്. KR മംഗളാനന്ദൻ, L. ശിവൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചരമവാർത്തകൾ. കൈനഗരി കുട്ടമംഗലം ഓണം പള്ളിപ്പടം രാമചന്ദ്ര പണിക്കർ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഈ വർഷത്തെ പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജനുവരി 19 ആരംഭിക്കും. CPM വിലക്കയറ്റ വിരുദ്ധ നിരാഹാരം 4ാം ദിവസത്തിലേക്ക്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കേന്ദ്ര സർക്കാർ. തപാൽ മേഖലയിലെ ED ജീവനക്കാർക്ക് അവഗണന മാത്രം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.